ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിക്കാണ് കേലി-ഹാമിൽട്ടൺ തിയറം. കേലി-ഹാമിൽട്ടൺ തിയറം. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാൽ മെട്രിക്സിൽ വരുന്ന ഭാഗമാണ്. പിന്നെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എവരി സ്ക്വയർ മെട്രിക്സ്, നമ്മൾ സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യമാണ് ഭൂരിഭാഗം നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. എവരി സ്ക്വയർ മെട്രിക്സ് എ സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. അതായത് എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ ക്യാരക്ടറിസ്റ്റിക്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടത്തില്ലേ? അതായത് ലാംഡ റൈസ് ടു എൻ പ്ലസ് C1 സം ലാംഡ റൈസ് ടു എൻ മൈനസ് 1 എക്സ് പ്ലസ് C2 ലാംഡ റൈസ് ടു എൻ മൈനസ് 2 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് CN = 0 എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇത് സോൾവ് ചെയ്യും. അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പം അക്കോർഡിംഗ് ടു ദിസ് തിയറം the matrix A will satisfy the relation എങ്ങനെയാണ്? ലാംഡയ്ക്ക് വരെ A കൊടുക്കുക. അപ്പം A raised to n plus C1 A raised to n minus 1 plus C2 A raised to n minus 2 plus etc plus Cn I is equal to 0. ഇതാണ് കേലി-ഹാമിൽട്ടൺ തിയറം പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് നമുക്കൊരു ക്വസ്റ്റ്യനിൽ കൂടെ ഡീൽ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് ഇതാണ്: ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട്, -5 3 2 0. എന്നിട്ട് ചോദിച്ചേക്കുവാണ് A³ വാല്യൂ എന്താണ്. നമുക്ക് സാധാരണ രീതിയിൽ എന്താണ്, A ആദ്യം കണ്ട് പിന്നെ A² കണ്ട് A³ കാണും. പക്ഷേ നമ്മൾ ഈ തിയറത്തെ ബേസ് ചെയ്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യം എന്തോ ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡയെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ ചെയ്യും? ഡയഗണൽ എലിമെൻറ്റ്സിൽ നിന്ന് മൈനസ് ലാംഡ കുറയ്ക്കുക. -5 മൈനസ് ലാംഡ 3 2 മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും? -5 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ -6. കറക്റ്റ് അല്ലേ? സോറി, ഇത് -3 ആണ്. ഓക്കെ, ദിസ് ഈസ് -3. അപ്പോൾ ഇവിടെ +6 വരും, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ അക്കോർഡിംഗ് ടു കേലി-ഹാമിൽട്ടൺ തിയറം നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാംഡയ്ക്ക് വരെ A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും A² പ്ലസ് 5A പ്ലസ് 6നെ നമുക്ക് 6 ആയി എഴുതിക്കൂടെ? എഴുതാം. 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് A² കിട്ടത്തില്ല. A² എന്താണ്? -5A മൈനസ് 6i. കണ്ടോ? ഇങ്ങനെ എഴുതാം. അപ്പോൾ A³ എന്താണ്? A² ഇൻറ്റു A എന്നല്ലേ? അപ്പം -5A മൈനസ് 6i ഇൻറ്റു A എന്നല്ലേ? ആണ്. കറക്റ്റ് അല്ല? അപ്പോൾ ഇതിനെ -5A² മൈനസ് 6a നമുക്ക് എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ, അപ്പോൾ -5A². അപ്പോൾ ഈ A² എന്ന് വെച്ചാൽ എന്താണ്? -5 ഇൻറ്റു A² എന്താണ്? -5A മൈനസ് 6i അല്ലേ? മൈനസ് ഇതിനെ നമുക്ക് 6 ചെയ്ത് എഴുതിക്കൂടെ? മൾട്ടിപ്ലൈ ചെയ്യൂ. മൾട്ടിപ്ലൈ എന്തോ കിട്ടും? 25A പ്ലസ് 30i മൈനസ് 6a എന്ന് കിട്ടും. അപ്പോൾ ഇതിനോട് കൂടുമ്പം 19A പ്ലസ് 30i. കണ്ടോ? ഇതാണ് A³. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ലെറ്റ് M be a 3/3 ഹെർമീഷ്യൻ മെട്രിക്സ്. M എന്ന് പറയുന്ന ഒരു 3/3 ഹെർമീഷ്യൻ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. which satisfy this condition m square minus 7m plus 12i
is equal to 0. Where I is the identity matrix. What is the determinant of the matrix M? Determinant of M എന്താണെന്ന് given trace of M 10 എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഇതൊക്കെയാണ് 27, B 36, C 48, D 64. അപ്പോൾ നമുക്ക് M² - 7M + 12y എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ λ² - 7λ + 12 0 എന്ന് എഴുതിക്കൂടെ. ലാംഡയുടെ വാല്യൂ 3, ലാംഡയുടെ വാല്യൂ 4 സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏഗൻ വാല്യൂസ് ലാംഡ എന്ന് വെച്ചാൽ എന്താണ് ഏഗൻ വാല്യൂസ്? ഏഗൻ വാല്യൂസ് ക്യാൻ ബി 3 or 4. സം ഓഫ് ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ആണ്. അല്ലേ? പക്ഷേ ഇവിടെ ഏഗൻ വാല്യൂ 2 കിട്ടിയുള്ളൂ, നമുക്ക് ഒരെണ്ണോടെ കിട്ടണം അല്ലേ. അതായത് നമുക്ക് λ1 ആണ് 3 എന്ന് കിട്ടിയത്, λ2 ആണ് 4, λ3 നമുക്ക് അറിയത്തില്ല. സം ഓഫ് ഏഗൻ വാല്യൂ എന്ന് വെച്ചാൽ λ1 + λ2 + λ3 എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ആയിരിക്കണം. ട്രേസ് എന്താണ്? 10 അല്ലേ. അപ്പോൾ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്, λ1 + λ2. അപ്പോൾ 3 + 4 + λ3 നമുക്ക് 10 എന്ന് കിട്ടി. 7 + λ3 10 എന്ന് കിട്ടി. അപ്പോൾ λ3യുടെ വാല്യൂ എന്താണ്? 3. കണ്ടോ? അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്താണ്? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ആണ്. ഞാൻ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാൻ പറയാം. പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂ 3 നമുക്ക് കിട്ടി. 3 × 4 × 3 അതായത് 12 × 3 അതായത് 36. കണ്ടോ? കെയ്ലി ഹാമിൽട്ടൺ തിയറത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ 36 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വളരെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമുക്ക് കുറേ പ്രോബ്ലംസ് ചോദിക്കാം. അപ്പം ഇത് നല്ലോണം നമ്മൾ പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇത് നെറ്റ് ജൂൺ 2017 ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be eigenvalues of a real 3x3 matrix. റിയൽ 3x3 മെട്രിക്സിന് ഏഗൻ വാല്യൂസ് ആവാൻ പറ്റാത്തത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 2i 0 - 2i, b 1 1 1, c e raised to i theta e raised to minus i theta 1, d i 1 0. ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയൽ 3x3 മെട്രിക്സിൻ്റെ ട്രേസ് റിയൽ ആയിരിക്കും, ഡിറ്റർമിനൻറ്റും റിയൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ട്രേസ് ഇത് ഏഗൻ വാല്യൂസാണ്. സം ഓഫ് ഏഗൻ വാല്യൂസ് ട്രേസ്. ഇവിടെ നോക്കൂ, ലാസ്റ്റത്തെ ഓപ്ഷൻ i+1. ഇത് ട്രേസ് എന്ന് പറയുന്നത് അപ്പോൾ i+1 ആണ്. ഇത് റിയൽ അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്തോടെ. ഡിറ്റർമിനൻറ്റ് റിയൽ ആയിരിക്കണം. കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രസൻ്റ് ആയിരിക്കണം. അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്? ഫസ്റ്റത്തെ ഓപ്ഷൻ 2i 0 - 2i അല്ലേ. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് റിയൽ ആയിരിക്കണം, ട്രേസ് റിയൽ ആയിരിക്കണം. ട്രേസ് എന്ന് വെച്ചാൽ സം ഓഫ് ഏഗൻ വാല്യൂസ്. കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രസൻ്റ് ആയിരിക്കണം അല്ലേ. ഈ e raised to i theta എന്ന് വെച്ചാൽ എന്താണ്? cos theta പ്ലസ് i sin theta. e raised to minus i theta എന്ന് വെച്ചാൽ cos theta മൈനസ് i sin theta എന്നാണ് അല്ലേ. പിന്നെ ട്രേസ് എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് കിട്ടും? കൂട്ടുമ്പോൾ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോകും. 1 + 2 cos theta എന്ന് കിട്ടും. റിയലാണ്. ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്റ്റാണ്, അതും റിയലാണ്. അപ്പോൾ ഇത് ചാൻസ് ആണ് അല്ലേ, ഏഗൻ വാല്യൂ ആവും അല്ലേ.
ഇതും ആവാം, ഇതും ആവാം. അപ്പോൾ ആവാൻ പറ്റാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആവാൻ പറ്റാത്തതാണ് ചോദിച്ചത്. ബാക്കിയെല്ലാം ആവാൻ പറ്റും. ട്രേസർ റിയലാണ്, ഡിറ്റർമിനൻറ്റ് റിയലാണ് അല്ലേ. കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രസൻറ്റ് ആയിരിക്കണം, അതും ഒരു ഏഗൻ വാല്യൂ ആണ്. ഓക്കെ, വേറെ CSIR ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് CSIR ജൂൺ 2018 ചോദിച്ചതാണ്. ചോ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് of the following statements is true for 3/3 real orthogonal matrix with the determinant +1 ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ഇതാണ്. ദ മോഡുലസ് of each of its eigenvalues need not be 1, but their product must be 1. കറക്റ്റാണ്. അല്ല, മോഡുലസ് ഏഗൻ വാല്യൂസിൻ്റെ മോഡുലസ് 1 ആയിരിക്കണം, അത് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞത് അല്ലേ. Then at least one of its eigenvalues is +1. അത് കറക്റ്റാണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. All of its eigenvalues must be real. അങ്ങനെ പറയണമെന്നില്ല, റിയൽ ആവണമെന്നില്ല. മോഡുലസ് എടുക്കുമ്പം 1 കിട്ടിയാൽ മതി എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റാണ്, ഇത് തെറ്റാണ്. Then none of its eigenvalues നീഡ് ടു ബി റിയൽ, അത് തെറ്റാണ്. റിയൽ ആവാം, നീഡ് ബി റിയൽ, ഇതും തെറ്റാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഹിസ് ഏഗൻ വാല്യൂസ് +1, അത് കറക്റ്റാണ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കണ്ടോ, ഇങ്ങനെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയും e⁻⁻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 ⁻
റിയൽ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂ ഇതാവാം. കാരണം എന്താണ്, മോഡുലസ് എടുക്കുമ്പം 1 കിട്ടും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഏഗൻ വാല്യൂ 1 ആവാം. ഓൾ ഓഫ് ദീസ് ഏഗൻ വാല്യൂസ് മസ്റ്റ് ബി റിയൽ ഒന്നും ഇല്ലാണ്ട് കോംപ്ലക്സ് ആവാം. സോ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. കൂടെ ചെയ്യാം. സപ്പോസ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എ ബി എ 3/3 matrix with eigenvalue property based ഉള്ള പ്രോബ്ലംസ് ആണ്. eigen value 1, -1 and 3. then ഓപ്ഷൻസ് ഏതൊക്കെയാണ്? a square plus a is non singular. ഇങ്ങനെയാണ് ചോദ്യം. then b a square minus a is non singular. c a square plus 3a is non singular. d a square minus 3a is non singular. അല്ലേ? അപ്പോൾ ഈ ഒരു 3/3 മെട്രിക്സ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഏഗൻ വാല്യൂസ് വന്നിട്ടുണ്ട് λ1 1, λ2 -1, λ3 3. അപ്പോൾ എ സ്ക്വയറിൻ്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, എയുടെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ റേസ് ടു എന്നിൻ്റെ ഏഗൻ വാല്യൂ ലാംഡ റേസ് ടു എൻ. ഇത് പ്രോപ്പർട്ടി പഠിച്ച് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. അപ്പോൾ ലാംഡ സ്ക്വയറിൻ്റെ ഏഗൻ വാല്യൂ എ സ്ക്വയറിൻ്റെ ഏഗൻ വാല്യൂ എന്ന് വെച്ചാൽ 1 1 9 ആയിരിക്കും അല്ലേ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് എയുടെ എന്തായിരിക്കും? 1 1 9 പ്ലസ് 1 -1 3. ഇത് കൂട്ടുമ്പോൾ എന്താണ്? 2 0 12. അല്ലേ? അപ്പോൾ ഇത് നോക്കൂ. ഇപ്പോൾ എ സ്ക്വയർ ഡിറ്റർമിനൻ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ആണ് അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ഏഗൻ.
അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പം 2 × 0 × 12 0 ആയിപ്പോവും. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പോൾ A² + A എന്ന് പറയുന്നത് നോൺ സിംഗുലർ, അത് തെറ്റാണ്. A² - A എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A² - Aയുടെ ഐഗൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 119 - 1 - 1 3. 1 - 1 0 ആവും, ഇത് 2 ആവും, ഇതും 6 ആവും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. പ്രൊഡക്റ്റ് എന്ത് 0 × 2 × 6 0 ആവും. ഡിറ്റർമിനൻറ്റ് 0, ഇത് അഗെയിൻ സിംഗുലർ ആണ്. അപ്പോൾ നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ ഇതും തെറ്റാണ്. ഇനി A² + 3A എടുത്ത് നോക്കാം. A² + 3യുടെ ഐഗൻ വാല്യൂ എന്ന് പറയുമ്പോൾ 119 + 3 × 1 - 1 3. അപ്പോൾ എന്താ കിട്ടും? 119 + 3 - 3 9. അപ്പോൾ ഇത് എന്ത് കിട്ടും? 4 - 2 18 എന്ന് കിട്ടും. കണ്ടോ? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് A² + 3A എടുക്കുമ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ എന്ന് പറയുമ്പോൾ 4 × -2 × 18 ആണ്. ദാറ്റ് ഈസ് -8 × 18 ആണ്. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ ഇത് നോൺ സിംഗുലർ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് A² + 3A ഈസ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കേസാണ്. A² - 3 എടുക്കുമ്പോൾ എന്തോ കിട്ടും? അതാണ്ട് 119 - 3 × 1 - 1 3 എന്നല്ലേ? അപ്പോൾ 119 3 - 3 9 എന്ന് കിട്ടും. ഇത് എടുക്കുമ്പോൾ 0 കിട്ടിപ്പോകും ലാസ്റ്റത്തെ. -2 ഇത് 4 ഇത് 0. കണ്ടോ? ഡിറ്റർമിനൻറ്റ് ഓഫ് A² - 3 എടുക്കുമ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. 0 ആയിപ്പോവും. ഇത് സിംഗുലർ ആണ്. അപ്പോൾ നോൺ സിംഗുലർ അല്ല. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ A² + 3A ഈസ് നോൺ സിംഗുലർ. കണ്ടോ? ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർട്ടി ബേസ് ചെയ്താണ്. അപ്പോൾ പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.